ഇടുക്കിയിൽ അധികം ആരും കാണാത്ത ഒരു കിഡിലൻ വ്യൂ പോയിന്റ്. നല്ല രീതിയിൽ കഷ്ടപ്പെടാതെ അവിടെ എത്താനും പറ്റത്തില്ല. പുറകിൽ വെയിറ്റ് ഉള്ളോണ്ടേ എന്ത് വഴിയായത്. പിന്നെ ആനകൾ അത്യാവശ്യം ഉണ്ടെന്നുമാണ് കേട്ടത്. ആന എന്താ ഓടിയിട്ടിപ്പം എന്നാലുണ്ടല്ലോ, പകല് പോലും ആളുകൾ കഷ്ടപ്പെടുന്ന ആ വഴിയിൽ ഞങ്ങൾ രാത്രിയിൽ കയറി. അതും ഫുൾ ലോഡ് ബൈക്കും വെച്ച്. ഒരു മൂപ്പിനങ്ങ് കയറിപ്പോയി. അനാവശ്യമായ ഒരു എടുത്തിയാട്ടം എന്ന് വേണമെങ്കിലും പറയാം. അതാണല്ലോ ജൂനിയർ മാൻഡ്രയൊക്കെ സിനിമ പോലെ. തൊടുന്നതെല്ലാം വള്ളികൾ. ബിബിലിന്റെ ബൈക്കിന്റെ പമ്പ് വരെ അടിച്ചു പോയി. അങ്ങനെ രാത്രി 12 മണിയായപ്പോൾ മുകളിലെത്തി. അവിടെ ചെന്ന് ടെന്റ് അടിച്ച് കിടക്കാമെന്ന് ഓർത്താ പോയത്. പക്ഷെ നല്ല കാറ്റ്. ടെന്റ് അടിച്ച് കിടന്നാൽ സ്കൈ ഡൈവ് ഇതുപോലെ പറന്ന് നടക്കേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചു. കയറി വന്നപ്പോൾ ഉള്ള ധൈര്യമൊക്കെ ചോർന്നൊലിച്ചു പോയി. നല്ല രീതിയിൽ പേടിച്ച് തിരിച്ചിറങ്ങി. അങ്ങനെ പേടിച്ചോടുക എന്നുള്ളത് ഇത്തിരി കുറച്ചിലായതുകൊണ്ട് പിറ്റേന്ന് വീണ്ടും കയറി ഒരു ജീപ്പിൽ. ഉച്ചിലക്കുത്തെന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഇസ്മി ഷബിൻ ഷംസുദ്ദീൻ. എൻ്റെ എല്ലാ കുടുംബക്കാർക്കും കയ്യബദ്ധത്തിൻ്റെയും എടുത്തിയാട്ടത്തിൻ്റെയും കഥ പറയുന്ന യാത്രയിലേക്ക് സ്വാഗതം. നീയല്ലേ പറഞ്ഞ പോരാൻ. നമ്മളിതെങ്ങനെ ഉച്ചിലക്കുത്തെന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള യാത്ര ശാന്തൻപാറയിൽ നിന്ന് തുടങ്ങുകയാണ്. ഉച്ചിലക്കുത്ത് അവനായിരുന്നു അതിൻ്റെ മൂപ്പ്. ഇപ്പോൾ രാത്രിക്ക് ഞങ്ങൾ അതിനകത്ത് കയറ്റാൻ വേണ്ടിയുള്ള സകല പരിപാടിയും ആശാൻ ചെയ്തിട്ടുണ്ട്. ബട്ടർ മേടിച്ചു രാവിലെ ബ്രെഡ് അടിക്കാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മിഷൻ ഉച്ചിലക്കുത്ത് നല്ല ടാസ്ക് റോഡാന്നൊക്കെയാണ് കേട്ടെ. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ കടക്കാരോട് പറഞ്ഞ് ഉച്ചിലക്കുത്ത് പോകാമെന്ന് പറഞ്ഞപ്പം എന്നൊക്കെ ചോദിക്കുന്നു. അറിയത്തില്ല, ഇവന് ഇച്ചിരി അസുഖമുള്ള മറ്റേ ഓഫ് റോഡിൻ്റെ അസുഖമുള്ള, അതുകൊണ്ട് അറിയത്തില്ല. മിണ്ടല്ലേ നീ. അപ്പോൾ കള്ളിപ്പാറയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു കള്ളിപ്പാറയുടെ വീഡിയോ കണ്ടോ. അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചത്. റോഡിൽ ഇറങ്ങിയിട്ട് ആ സെയിം ഡേ ഉച്ചിലക്കുത്ത് കയറാൻ പോവാണ്. നിങ്ങൾക്കല്ലേ പരാതി, റൈഡ് എപ്പിസോഡ് ഇടുന്ന് ഇനി നിർത്താൻ പറഞ്ഞേക്കല്ലേ. ഓക്കെ അണ്ണാ, പെട്രോൾ ഉണ്ടോ? നേരെ ഇരുട്ടി രാത്രിയാവും ഇന്നോടെ ചെന്ന് കയറാൻ. ഏതാ നമ്മളിപ്പോൾ പോകുന്ന പേത്തൊട്ടിയാ? ഉച്ചിലക്കുത്ത്. ഓ, ഇവിടുന്ന് റൈറ്റാ. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ. അവിടെ നമ്മൾ റൈറ്റാണ് കയറുന്നത്. ശാന്തൻപാറ പേത്തൊട്ടി റോഡ്. അടച്ചു വരെ കാത്തോന്നെ. അതായത് നമ്മൾ ഇന്നലെ നിന്നില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇത്. പറയുമ്പോൾ കാണുന്ന വ്യൂ ഒക്കെ ഒരേ സെറ്റപ്പ് ആയിരിക്കും, പക്ഷേ ഇത് കുറച്ചുകൂടി അടിപൊളിയാണെന്നിങ്ങനെ സോജ പറയുമ്പോൾ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ അല്ലേ. ഏതായാലും ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്കറിയത്തില്ല എന്തൊക്കെ ഈ സീരീസിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന്. തമിഴ്നാട്ടിലേക്ക് എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഒരു കൊതിയുണ്ട്. പിന്നെ മൂന്നാറൊന്നും ശരിക്കും നമ്മൾ വീഡിയോ ചെയ്തിട്ടേ ഇല്ല. ആകെ ആ കൊളുക്കുമലയും കാന്തല്ലൂരും. അത് പറഞ്ഞപ്പോഴാണ് കാന്തല്ലൂർ ഒന്നുകൂടെ പോകാനായിട്ട് ഭയങ്കര ഒരു മുട്ടലുണ്ട് കേട്ടോ, ഒരു കൊതി. കാന്തല്ലൂർ നമ്മുടെ സുകുമാരൻ ചേട്ടനും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഒന്നാമത് കാര്യം, നമ്മൾ ഈ ഓരോ സ്ഥലത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ലോക്കലി ഇങ്ങനെ കളിക്കുമ്പോൾ ഒരു ഗുണം എന്നാ അറിയാം. ഗുണവും അല്ല, ഒരു ദോഷമാണ്. നമ്മൾ അവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവും. ഒരു ഇഷ്ടം തോന്നും നമുക്ക്. ഒരു സ്ഥലത്തോടുള്ള ഇഷ്ടം അവിടുത്തെ ആൾക്കാരുണ്ടെങ്കിൽ, നല്ല ആൾക്കാരുണ്ടെങ്കിലേ കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഇതാണ് കാന്തല്ലൂർ എന്നൊക്കെ പറയുമ്പം അവിടെ കുറേ പേരുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ കുടുംബക്കാരെന്ന് പറയാം. ഇപ്പോൾ സ്മൃതിയൊക്കെ പോയപ്പോഴാണെങ്കിലും എല്ലാം മൊത്തത്തിൽ നമ്മൾ എല്ലായിടത്തും ഒരു കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. മനസ്സിലാകുന്നുണ്ടോ? ബൈ ദുബായ്. നമുക്ക് ഉച്ചിലക്കുത്ത് കയറാം. ഇരുട്ടായിട്ടുണ്ട്. ശരിക്കും ജോണി വാക്കർ എന്നൊക്കെ ഉള്ള പടം, അത് പിന്നെ മറ്റേ ശാന്തം ഈ രാത്രിയിൽ, ഇതൊക്കെ ആ കാലത്ത് എൻ്റെ കുഞ്ഞിലെ RX-100ഉം നമ്മുടെ സമുറായി അങ്ങനത്തെ കുറേ വണ്ടികളുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ കൊത്തിയാവുമായിരുന്നു. പിന്നെ മറ്റേ നമ്മുടെ ദിലീപേട്ടനും ഇവരൊക്കെ ഉള്ളൊരു പടം ഉണ്ടായിരുന്നല്ലോ, സൈന്യം. ഓ, അതൊക്കെ ഒരു കാലമായിരുന്നു. ഓ, ഇവിടെ ചെറിയ ഗ്രാമമുണ്ടല്ലോ, ടൈഗറിൻ്റെ ബോർഡൊക്കെ. സോജോ വരുന്ന വഴിക്ക് ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പകല വരുന്നെങ്കിൽ നിർത്തി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാനുള്ളൊരു മൂടുള്ള സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം മലയുടെ മേളിലൊക്കെ മഞ്ഞടിച്ച് കിടപ്പുണ്ട്. ഒരു പക്ക നാട്ടുമ്പുറം ലുക്ക്. മറ്റേതങ്ങനെ അല്ലായിരുന്നല്ലോ, ഇത് അങ്ങനത്തെ ഒരു ലുക്കുണ്ട്. ശരിക്കും പകൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഈ വീഡിയോയിൽ തിരിച്ചു വരുന്ന കാഴ്ചകളും കൂടെ കാണിക്കാനുള്ള ശ്രമം ഞാൻ നടത്താവേ. ഷാപ്പ് ഇതിലെയാ. നമ്മൾ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി വരുമ്പം ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ടൊരു വഴിയുണ്ട്. അണ്ണൻ ചെറിയ വഴി, 2 സൈഡിലും മറ്റേ കാടെന്ന് വെച്ചാൽ കാടിൻ്റെ ഒരു ഏലം കേട്ടോ ഇവിടെയൊക്കെ. ഈ ഓഫ് റോഡ് ഇങ്ങനത്തെ ഒരു ഡേഞ്ചർ
സ്ഥലങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഡേഞ്ചർ ഇൻ ദ സെൻസ് എത്തിപ്പെടാനുള്ള ഡേഞ്ചർ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊന്നുകൂടെ ഒന്ന് ചിന്തിച്ചേനെ. അങ്ങനത്തെ പല പല ആഗ്രഹങ്ങളും നമ്മൾ മാറ്റിയൊക്കെ വെക്കുമല്ലോ. ഇത് നമുക്ക് ആഗ്രഹം ഉണ്ടാകും, പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു തടസ്സം ഉണ്ടാകും. അത് ഈ പറഞ്ഞ ഓഫ് റോഡിൻ്റെ കാര്യത്തിലല്ല കേട്ടോ, എല്ലാ കാര്യത്തിലും നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി നമുക്ക് വലിയൊരു ആഗ്രഹം കാണും, പക്ഷേ അതിലേക്ക് എത്താനായിട്ട് വലിയൊരു തടസ്സം കാണും. അത് മെയിൻലി നമ്മുടെ മൈൻഡാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ, എനിക്കിതൊക്കെ ശരിക്കും പേടിയുള്ള പരിപാടി. ഏതാ ഈ ഓഫ് റോഡ് കയറി പോകുന്നതും പരിപാടിയൊക്കെ. പക്ഷേ ഇതിങ്ങനെ കയറി അവിടെ എത്തിക്കഴിയുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ചിന്തിച്ച് കഴിയുമ്പം നമ്മൾ ആ ഒരു പേടിയും അതൊക്കെ ഒരു സൈഡാക്കും. പിന്നെ എങ്ങനെയും അവിടെ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടാർഗറ്റ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റാണ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്താനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പം, ലക്ഷ്യത്തിൽ ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത് കേട്ടോ, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊക്കെ എങ്ങനെയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നോക്കുക. മെയിൻ തടസ്സം നമ്മുടെ പേടിയാണ്. ഓക്കെ, ഞാൻ പൊതുവേ ഇങ്ങനെ കൂടുന്ന സമയത്തും എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയണേ. എൻ്റെ ഒരു ജീവിതത്തിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിക്കുഴച്ചുള്ളൊരു പരിപാടിയാണ്. ചിലർക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്കൊക്കെ ബോറായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളിലും അങ്ങനത്തെ ഒരു സമ്മിശ്ര പ്രതികരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. സോജ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഉച്ചരക്കുത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി. അതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ വെറുതെ നമ്മൾ അതായിട്ട് തല്ലിക്കെടുത്തണ്ട, പറഞ്ഞു നമുക്കും ഒരു ആഗ്രഹമായി. കുഞ്ഞ വഴി കേട്ടോ, അണ്ണം പുറകിലുണ്ട്. കഴിഞ്ഞു, റോഡ് കഴിഞ്ഞു. കഴിഞ്ഞ റോഡ്. ഓ, ഭയങ്കര സിമ്പിൾ ആയിട്ടാണല്ലോ പറയുന്നത്. ആ, അത് വേലത്തോട്ടമൊക്കെ, അതിന് നടക്കുന്ന റോഡുണ്ടായാൽ മതി. ഓക്കെ സോജാമനെ, അപ്പുറത്തെ ആനയും മറ്റേ പുലിയും ചെന്നായി വരുന്നു. ഇവിടെ എന്തുമായിരിക്കും? ആനയുണ്ട്. പിന്നെ ഞാൻ കാട്ടുപശുവിന്റെ ചാണകം കണ്ടായിരുന്നു. കാട്ടുപശുവോ? അങ്ങനെ പശു ഉണ്ടോ? കാട്ടുപശു ഉണ്ടോ? ഓക്കെ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. അണ്ണാ, കാട്ടുപശു ഉണ്ടെന്ന്. ഇവന് പ്രാന്താട്ടോ. അണ്ണൻ വന്നില്ല. അണ്ണന് കാര്യമായിട്ട് എന്താ പേടി കൊടുക്കുന്നുണ്ടോ? അടിച്ചു കയറി പോകണമെന്ന് മനസ്സിലാവും. എടാ കള്ള പോ. എടാ പോടാ പ്രാന്ത. ഏത് നമ്മൾ വിടുന്ന്? അടിപൊളിയാണ്. എടാ, ഇതിനേക്കാൾ ടഫുള്ള ഭാഗം ഏതാ? ഒന്നും ആയിട്ടില്ലെന്ന്. ഹായ്, നല്ല ഏലത്തോട്ടം. അയ്യോ, എൻ്റെ മേളിൽ നമ്മൾ കയറി പോകുന്നത് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങളിതൊക്കെ? അയ്യോ, 2 ദിവസം അടുപ്പിച്ചായിട്ട് ഇത് തന്നെ പരിപാടി. സോജോ, ഓഫി വണ്ടി ഓഫ് ഇതിക്ക്. വെയിറ്റ് ഉണ്ട്, അതല്ലടോ, എൻ്റെ വണ്ടി നിന്ന് പോയണ്ട, താൻ മറച്ചു പോയെ. എൻ്റെ മിസ്റ്റേക്കാ. ജെറിക്കാനാ പൊട്ടിയതാ? മുന്നോട്ട് കിട്ടും. എടുക്കട്ടെ? തനിക്ക് വല്ലതും പറ്റിയോ? ആ, ബൂട്ടായോണ്ടോ? രാത്രി കോക്കാച്ചി. ആ, അതല്ല, എനിക്ക് ഈ പുള്ളിയുടെ എനിക്ക് അതിശയോക്തി തന്നെ അറിയോ. ഇത്രയും വലിയ റോഡിൽ കൂടെ പോവാണേ, അങ്ങനെ മറ്റേ 50 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് വന്നേക്കുന്നത്. ആ, ജെറിക്കാൻ എന്നത്തിനാണ് അങ്ങനെ മറ്റേ ഞാൻ വല്ല പറയുന്ന. എൻ്റെ അമ്മേ. ഓ, പക്ഷെ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ 3 പരിപാടി കേട്ടോ. നോക്ക്, ഇങ്ങനെ മരം നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കോട, നല്ല ഭംഗിയല്ലേ. ആ ഏലത്തിൻ്റെ കളർ നോക്ക്, പച്ച കളറാണ്, എന്നാലും മറ്റേ ഒരു മഞ്ഞ കളർന്ന പച്ച. ഞാൻ എന്തൊക്കെയാണ് ഈ പറയണേ? കയറാം? വേണ്ട, പൊക്കോളും. ക്ലച്ച് അർപ്പിക്കാണ്ടേ കൈ എടുത്ത് കയറിയാൽ മതി. അഥവാ വണ്ടി കൈ ക്ലച്ചൊക്കെ വിടുക, പിന്നെ ഗിയറിൽ നിന്നോളൂ. ഫസ്റ്റ് ഗിയറല്ലേ, നമ്മൾ മാറ്റുന്നില്ലല്ലോ. പോട്ടെ. മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. ആടാ മോനെ, അയ്യോ കുഴി. എത്ര ഉണ്ട് കേസ്? നമുക്കും പറ്റൂ ഇതൊക്കെ. ഇത്രേ ഉള്ളൂ, സിമ്പിള്.
ഓ നൈസാട്ടോടാ. പകലല്ലേ ഇപ്പോഴല്ലേ രസം, നോക്കിയേ ആ കളറ്. ഓ നമുക്ക് നാളെ തിരിച്ചിറങ്ങുമ്പോൾ അടിപൊളിയായിരിക്കും. അതോ ആ പുള്ളിയോ കാർന്നോര് നടന്നു വരുന്നു. നടന്നോ? ഇത് 600 വണ്ടിയാണ്. നല്ല രസമുണ്ടല്ലേ, എന്ത് മൂട് പരിപാടിയാ നോക്കി. സമയം രാത്രി 6:30. നമ്മളിതേ ഉച്ചിലക്കുത്ത് പോകാൻ വേണ്ടിയുള്ള വഴിയിൽ നിൽക്കുകയാണ് ഗായ്സ്. കോട ഉദിച്ചിടക്കുന്ന നോക്കി. ഓ ടിലനാട്ടോ, എന്ത് എക്സ്പീരിയൻസ് നമുക്ക്. വന്നല്ലോ, വണ്ടി ഇരിപ്പുണ്ട്, വണ്ടി ഇരിപ്പുണ്ട്. കണ്ടോ, കറക്റ്റല്ലേ, കറക്റ്റല്ലേ? അല്ല ഇത് തനിക്കറിയത്തില്ലോ, തൻ്റെ ജനറേഷന് മുമ്പുള്ള. നിനക്കറിയോ? പൂക്കി ഇത് ലവ്. എന്ത് രസമാണ് നോക്കടാ. എടാ അങ്ങോട്ട് ചള്ളയടാ. അടുത്ത ഒത്തിരി ദൂരമില്ല. 1.5 കിലോമീറ്ററോ? അത്ര ഉണ്ടോ കുട്ടാപ്പി? നമ്മൾ അവിടെ ഒരിടത്തും ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സംഭവം കൊള്ളാം, എന്നാലും പോവാം. 1.5 കിലോമീറ്റർ ഇനി ഉണ്ടെന്ന് പറയാം. നോക്കിയേ, ക്ലാരിറ്റി കുറവായിരിക്കും ഇരുട്ടായതുകൊണ്ട്. എന്നാലും നിങ്ങളൊന്ന് അസ്യൂം ചെയ്ത് നോക്കി ഈ ഒരു സിറ്റുവേഷൻ. നിങ്ങളാണ് ഇതിലിരിക്കുന്നെങ്കിൽ എന്തായിരിക്കും ഫീലിങ്സ്? സംഭവം റിസ്ക് ആണ്, എന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയൊന്ന് ഓർത്ത് നോക്കി. എങ്ങണ്ട് എന്തായിരിക്കും തോന്നണേ? ആ മരമൊക്കെ ഉണ്ടോ? അയ്യോ, എൻ്റെ മോനെ പോടാ. അയ്യോ ആ എൻ്റെ അമ്മേ. അയ്യോ, അതിനകത്ത് കയറിയാനെ. കുഴി എന്തു വഴിയായത്? ഓ സീൻ. മാടോ, താനത് ഓണാക്കി വെക്കാവോ, ലൈറ്റില്ല. എന്നിട്ട് അവിടെ സ്റ്റാൻഡിലിട്ട് വെച്ചിട്ട് പോവാ. വെയിറ്റേ ഹെവി വെയിറ്റ്. അതാ കല്ലേ കയറിയ പുറകിൽ വെയിറ്റ് ഉള്ളതുകൊണ്ടേ ഫ്രണ്ട് പൊങ്ങിപ്പോയി. റെഡി, നിൽക്കേ. സ്റ്റാൻഡ് ഇട്ടെ, ഹാൻഡിൽ കളഞ്ഞോ? ഇങ്ങോട്ട് നിർത്തരുത്, മാക്സിമം കയറി അങ്ങ് പോകണം. അതായത് ക്ലച്ച് നോക്കിട്ട് പിന്നെ ഇങ്ങനെ കട്ടടിച്ച് നോക്കട്ടെ. ക്ലച്ച് പിന്നെ ഇച്ചിരി ടൈറ്റ് ആയടാ. ക്ലച്ച് മാറാറായിക്കോളൂ അല്ലേ? ലെഫ്റ്റ് സൈഡ് ആയിരുന്നല്ലോ അല്ലടാ? ഫ്രണ്ട് കുതിരയാണെന്നല്ല ചാടുന്നു. ശരിക്കും പാല് വരുന്ന സമയം സ്ഥലമാട്ടത്. ഏ സൈഡാ? എന്താല്ലേ വട്ടാണ് ശരിക്കും. ഒന്നുമില്ല ഫ്രണ്ടിലൊന്നും കാണത്ത് പോലുമില്ല. മറ്റേ ലൈറ്റ് വന്നിട്ട് നോക്കട്ടെ. അതൊന്ന് ഓർത്ത് വയ്ക്കും. ഒരു ഐഡിയ ഇല്ല ഇതിൻ്റെ അപ്പുറത്ത് എന്താന്ന്. കണ്ടിട്ടില്ല. കാട്, രാത്രി, മഞ്ഞ്. ആകെയുള്ളൊരു വിശ്വാസം ഇട്ടിട്ട് പോകത്തില്ലെന്ന് അറിയാവുന്ന 2 കൂട്ടുകാർ കൂടെ ഉള്ളതാ. പിന്നെ എന്തോ സീൻ. എന്നാടോ കയറുന്നില്ലേ? പെട്രോളില്ലാണ്ടാ? പമ്പ് കംപ്ലൈൻ്റ് ആയോ ഈ രാത്രിക്കോ? അപ്പോൾ എന്നാ ഇനി എന്നാ സൊല്യൂഷൻ എന്നാ? പമ്പ് അഴിക്കാനോ? അവനോ? സോജോ? ഞാൻ വണ്ടി ഓഫാക്കിയിട്ട് പോലില്ല അവിടുന്ന്. കയറുന്നില്ല. ഇതല്ലല്ലോ വണ്ടി. ആ വണ്ടിയല്ലേ? ഇതാണോ പമ്പ്? കുഴപ്പമില്ല, ചെറിയ ഇതുണ്ട്. എന്നാലും ഇതിലേക്കൂടാണ് ഞാൻ കയറിപ്പോയത്. പോടാ.
ഞാനൊരു കില്ലാടി തന്നെ അല്ലേ, ചിരിക്കല്ലേ. ഇനി ഇത് മൊത്തം ഒഴിക്കണോ? എൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നു, എല്ലാത്തോണ്ട് പറഞ്ഞോ? എൻ്റെ വണ്ടി ഇവിടെ ഓണായിട്ടിരിക്കുക. എന്തിനാ ടെൻഷൻ? ഇവനുള്ളതുകൊണ്ടാ, അല്ലേ നമ്മൾ ടെൻഷൻ ആയേനെ. സോജോല്ലേ ഇപ്പം എന്നാ ഇതന്നെ. ശരിക്കും ഇവനുള്ളത് ബൈക്കിൽ പോകുമ്പോൾ ഭയങ്കര കോൺഫിഡൻസാ. നോക്കട്ടെ സോജോ, മറ്റേ ട്യൂൺ ഇട്ടേ. പെട്രോൾ അങ്ങോട്ട് പോകില്ല, കമന്ന് പോകില്ല. ഓ അതാണോ പമ്പ്? ഓക്കെ. എൻ്റെ മറ്റേ പക്ഷെ അതിൻ്റെ അകത്ത് കയറില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ കേട്ടില്ല. രാവിലെ കയറാൻ പ്ലാൻ ഇട്ടായിരുന്നു. രാവിലെ ആകുമെന്ന്. അപ്പോൾ അത് വേണ്ടാത്താണോ? അതെ, അങ്ങനെ ആരെങ്കിലും ഒരു വണ്ടിക്കകത്ത് ചുമ്മാ 2 പേരിടുമോ? ഇല്ല, അതെന്തോ മെയിൻ സാധനമാണ്. ആശാൻ അറിയത്തില്ല. ഇവൻ ഭയങ്കര കേട്ടോ. ഇവൻ ഇവിടെ എങ്ങും ജനിക്കേണ്ടവനേ അല്ല. ചിരിക്കല്ലേ, നട്ടപ്പാരാത്രിക്ക് കൊണ്ട് വഴി കൊണ്ട് പമ്പും കേടാക്കി നിന്നിട്ട് കാർന്നവർ ചിരിക്കുന്നു. ഇവിടെ ടെൻഡടിച്ച് കിടക്കാനും പറ്റത്തില്ല, വള്ളം പോലെയാ. അല്ലോ എല്ലാ കൂട്ടത്തിലും കാണും ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ആരും. അവനായിരിക്കും ട്രിപ്പിലെ ഹീറോ. ഓ അപ്പം അതാണ് ഈ തുടക്കത്തിൽ സൗണ്ട് വെക്കുന്നത്. നമ്മൾ കുറേ ആയിട്ട് നോക്കുന്നു, രക്ഷയില്ല. ടൂൾസ് മാറി മാറിയിട്ട് നോക്കുന്നു, അത് ഇതാകുന്നില്ല, ഓപ്പൺ ആകുന്നില്ല പമ്പിൻ്റെ അത്. ഇത് മൊത്തം പോയിടും. അതിനെന്ത് പൊട്ടിപ്പോയല്ലോ? സാറല്ല, അത് ഇവിടെ പുതിയതിലുണ്ട്, അത് പോകുന്നൊരു സാധനമാണ്. സാറല്ല പറ, വീഡിയോ കിട്ടിയില്ലേ? എല്ലാവർക്കും അറിയാം, ഈ ഹിമാലയൻ എക്സ്പ്ലോസിലെ എല്ലാ പിള്ളേർക്കും അറിയാം ഇത് പൊട്ടിപ്പോകുന്നത്. അത് പൊട്ടിച്ചാരാ? സെബൻസപസ്പതി. എടാ അതിൻ്റെ വില എന്നാന്ന് അറിയാം, അവിടെ 8000 രൂപ. ചുരുങ്ങി പച്ചൊട്ടിക്കാം. എടാ ആനയുടെ കണ്ടല്ലോ ഇപ്പോൾ കേട്ടെ. എടാ ആന എന്തോ ഓരിട്ടിപ്പം. സോജോ ആന രാത്രി ഒരു രൂപടാ, എന്തോ ഉണ്ട്, അലറുള്ളൂ. എടാ ആ വീട് കണ്ടിട്ട് ഫുള്ള് സെറ്റുള്ളതാണ്. കാര്യം എന്താ ടൂൾസ് കിറ്റില്ലാതെ അത്രയും പണിക്കാർ അവിടെ നിൽക്കത്തില്ല. ഇവിടെ ഉള്ള എല്ലാ ടൂൾസ് കിറ്റും അവിടെ കാണും. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്ക്, ഇതിന് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഇതാവരുത്. താഴെ പോയി അയച്ചിട്ട് വരാനത്. ആ ആ ഇപ്പോൾ ഈ വണ്ടിയോ? ഇത് വണ്ടി പിടിച്ചിട്ടെ, ടാങ്ക് മാത്രം കൊണ്ടുപോയാൽ പോരെ. ഇത് കുറേ ദൂരെയാണ്. സോജ വരെ തീരുമാനിച്ചാൽ നടന്നില്ലേ സോജയ്ക്ക് ഭയങ്കര പ്രശ്നം. തരാൻ ഭയങ്കര മനസ്സിലാക്കും. സമയം രാത്രി 9 മണിയായി. ഫ്രണ്ടിലോട്ട് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. സെറ്റല്ലേ? ടെൻഷൻ പോയില്ലേ? ടെൻഷൻ പോയി. സോജോ മുത്തേടാ, നമ്മൾ പോവില്ലേ? ഇനി ഒന്നും പേടിക്കണ്ട, ഇനി ആനേനെ മാത്രം പേടിച്ചാൽ. നീ ഫ്രണ്ടിൽ പോക്കോ, നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ചൊരു ഇതുള്ളതുകൊണ്ട് പോവാം. ഓ അതിൻ്റെ അവിടെ അത് വലുതാണുള്ളത്. എൻ്റെ കയ്യിൽ ഒന്ന് പിടിക്കും, ഞാൻ വിട്ടത് പറന്നു പോകും. വാവ്. ആ വിട്ടു ഉച്ചിലക്കുത്തേ, നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലടാ. എടീ എൻ്റെ അമ്മേ. ഞാനൊരു കാര്യം ചോദിക്കുന്നുണ്ടൊന്നും തോന്നില്ലേ? ആ കപ്പ ബിരിയാണി ഇപ്പൊ തിന്നാൻ പറ്റുമോ? വിശക്കുന്നു. ഇതിനുമ്പോ ജിമ്മിൽ പോകുന്നതായിരുന്നു. എന്തുവാടേ ഇത് അണ്ണാ? ഇനി അതിന്റെ മേളിലോട്ട് എങ്ങനെയാന്ന് നമുക്ക് അറിയത്തില്ല. പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നമ്മളിത് ഇവിടം വരെ എത്തി, എന്താ സ്ഥലമൊന്നും അറിയത്തില്ല. ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോകാൻ വേണ്ടി നടക്കില്ല, വണ്ടി ഫുള്ള് സീനാണ്, ഭയങ്കര മോശം റോഡാണ്, കയറിപ്പോകില്ല. അപ്പോൾ ഞങ്ങളിവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ടേക്ക് നടന്ന് അങ്ങിൻ്റെ അറ്റം വരെ പോയി. കിട്ടില്ല സ്ഥലമാണ്, പക്ഷേ ഒടിഞ്ഞ കാറ്റ്. അവിടെ ടെൻ്റ് അടിക്കുന്ന പോയിട്ട്
നിൽക്കുന്ന കാര്യം പോലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ തിരിച്ചിറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ഒരു വീടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ കയറാനുള്ള പരിപാടി നോക്കാനാണ്. അപ്പം നമ്മളിത് ഗിവ് അപ്പ് ചെയ്തു, വേറെ വഴിയില്ല. പണ്ട് പറഞ്ഞ പോലെ ലൈഫല്ലേ പ്രധാനം. ആ കിടില സ്ഥലം കേട്ടോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു സാധനമായി. തിരിച്ച് കയറി വരാനകത്ത് പേടിയായി. കാര്യം മറ്റേ കുറച്ച് കാട്ടിലോട്ട് ഇങ്ങനെ ആനിമൽ പാസിംഗ് ഒക്കെ ഉള്ളവരൊരു ഫീല്. പോടാ, എനിക്ക് നല്ല കാടല്ലേ. പേടി തോന്നണോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട്? ആരും ഇതൊന്നും അനുകരിക്കല്ലോ കേട്ടോ. ഒരു മൂച്ചിന് കയറി വന്നതാണ്. ഇവിടെ കയറി വന്നപ്പോഴാണ് വള്ളിയായിപ്പോയാൻ തോന്നിയത്. പിന്നെ അത്ര അതിനുള്ള ഒരു ധൈര്യമൊന്നും എനിക്കില്ല. എങ്ങനെയോ കയറി വന്നാ. കാരണം ഇങ്ങനെ വരുമ്പോൾ ഞാൻ പേടിക്കുന്നതാണ്. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അത്ര വലിയൊരു സംഭവം തോന്നിയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്കിയാനെ. എന്താണോ എനിക്കറിയത്തില്ല. അങ്ങോട്ട് കയറിപ്പോയപ്പോഴേ അത്ര ഒരു ഇത് തോന്നിയില്ലല്ലോ അല്ലേ. അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് പോയപ്പോഴാണ് കയ്യിൽ നിന്ന് പോയത്. എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് എനിക്ക് പേടിയായിപ്പോയി. ഇപ്പം എങ്ങനെയും അവിടെ എത്തുക, അതാണ് ഉദ്ദേശം. താഴെ വണ്ടി ഇട്. കഴിക്കാം. നല്ല കഷ്ടപ്പാടായതുകൊണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങി പോകണമെങ്കിൽ ഇനി കുറേ സമയം എടുക്കും. ഏതായാലും നമ്മൾ നല്ല രീതിയിലൊന്ന് പെട്ടിട്ടുണ്ട്. എടാ നാളെ ഇത് കണ്ടിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ. സമയം 12:40. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ താഴെ പോയിട്ട് ഒരിടത്ത് വന്നിട്ടില്ല. എന്നാ കൂട്ടാ? ഇല്ലില്ല, ഞാൻ ഇറങ്ങിക്കോളാം. ഓക്കെ. നീ അത് നിൻ്റെ വണ്ടി എടുത്തുണ്ടോ? ഇത് ഞാൻ മറിഞ്ഞു വീണ വന്നാൽ മതി. അവനെന്ത് കഷ്ടപ്പാടല്ലേ സോജോ. അതെ, നല്ല പണിയായി. നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി മറ്റേ ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ്റെ എത്താറായി കേട്ടോ. സ്ഥലം കാണാതെ പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. നാളെ നോക്കട്ടെ. നാളെയല്ല, ഇപ്പോൾ 1:30 വെളുപ്പിന്. നാളത്തെ പരിപാടി എങ്ങനെയാണെന്ന് അറിയത്തില്ല. നോക്കട്ടെ, അത് കാണുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ജീപ്പ് എടുത്തിട്ടാണ് പോകും. ഈ മഴ പെയ്ത് കിടക്കുന്നത് ഭയങ്കര ചള്ളയും കൂടെ ആയതുകൊണ്ട് ആകപ്പാടെ സീനാന്നേ. നമ്മൾ രാത്രിയിൽ ഓടി കഷ്ടപ്പെട്ട് വന്നിട്ട് ദേ ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നു കേട്ടോ. ഈ നമ്മുടെ പൂപ്പാറയിലുള്ള ഒരു പെട്രോൾ പമ്പിൽ 3:30 ഇറങ്ങിയപ്പം രാവിലെ ടെൻറ്റിൽ വന്ന് കൊട്ടി വിളിച്ച് ഞങ്ങളെ കുറേ വഴക്കും പറഞ്ഞ് തെറിയും പറഞ്ഞ് വായി കണ്ടതെല്ലാം വിളിച്ചു പറഞ്ഞു ഞങ്ങളെ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നതല്ല, പക്ഷെ അത് പറയണമല്ലോ എന്ന് ഓർത്തിട്ട് പറഞ്ഞതാണ്. ഇന്ത്യയിൽ നമ്മൾ അതിലൊക്കെ പോയിട്ടുണ്ട്, എല്ലായിടത്തും ടെൻ്റ് അടിച്ച് കിടന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു പമ്പിലെ ആൾക്കാരാണെന്ന് ഞങ്ങൾ സഹൃദയം ഇതോടെ പറയുന്നത്. ഏതാ അല്ലേ? ഭയങ്കര മോശമായിപ്പോയില്ലേ? ഭയങ്കര മോശം പരിപാടിയല്ലേ അതൊരു. അവരോട് പറയുവാണ് 10 പൈസ മുടക്കാതെ ഇവന്മാർ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നതെന്ന് ആലോചിക്കണം. എന്നിട്ട് രാവിലെ വന്നപ്പോൾ ഇതിന്റെ കടത്തന്നെ കിടക്കുന്നോ, കച്ചവടം നടത്തണ്ടെന്നോ, അങ്ങനെയൊക്കെ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. രാവിലെ ഒരാൾ ഇവിടെ നിന്ന് മൂത്രം ഒഴിക്കാനായിട്ട് ആ ബാത്റൂം ചോദിച്ചു, കൊടുത്തില്ല, കൂട്ടിയിട്ടേക്ക് 3 അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ HP-യുടെ ഇവര് വെറും വാടകക്കാർ മാത്രമല്ലേ? HP കുഴപ്പമില്ല, ഓരോരുത്തർക്ക് ഓരോ കൾച്ചർ അത്രേ ഉള്ളൂ. അവർക്ക് അത്രയും പ്രായമായിട്ട് അവർക്ക് ഇപ്പോഴും ഇതുപോലുള്ള യാത്രക്കാരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ സംഭവം വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങിയ ലോകം നന്നായില്ലേ? അല്ലേ? നമുക്ക് പല നാട്ടിൽ പോയിട്ട് ഇങ്ങനെ നല്ല എങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആദ്യമായിട്ടാ അത് മലയാളികളുടെ ഭാഗത്തുനിന്ന്. നമ്മള് മഹാരാഷ്ട്രയിലൊക്കെ ഉൾനാട്ടിൽ പോയി കിടന്നേക്കും. അവര് കടത്തിന് വീട്ടിൽ കയറ്റി കിടത്തിയിട്ടുണ്ട്. ഭയങ്കര മോശമായി. പിന്നെ ഈ ഇത്രയും ഗിയേഴ്സ് ഇട്ട് ഫുള്ള് ചള്ളയായിട്ട് നമുക്ക് രാത്രിക്ക് ഒരു ഹോട്ടലിൽ ചെന്ന് കയറാമെന്ന് വെച്ചാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള പരിപാടിയാണ്. 2 മണിക്ക് 3 മണിക്കൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരിപാടി നോക്കിയത്. എന്തായാലും രാവിലെ തന്നെ നല്ലൊരു ചീഞ്ഞ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നവരോട് പറഞ്ഞ് യവന്മാരൊക്കെ മറ്റേ താമസിക്കാൻ പോലും പൈസ മുടക്കാത്ത ആൾക്കാരാന്ന് പറയുന്നത് ഞാൻ കേട്ടോ. നമ്മൾ ഈ ലോകം മൊത്തം ഈ വണ്ടി കൊണ്ട് പോകുന്ന അല്ല, അത്രക്കാരല്ല നമ്മള്. ഞങ്ങൾക്ക് പൊതുവിലും എടുക്കാനും ഒരു തീരുമാനം വേണ്ട, എടുക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അല്ല അത് ചേട്ടാ, രാവിലെ വന്ന് മര്യാദയ്ക്ക് പറയാം. അതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറുമല്ലോ, പറഞ്ഞാൽ പോരെ? പറഞ്ഞാൽ നമ്മൾ എണീറ്റ് പോകത്തില്ലേ? വരുന്നവരോടെല്ലാം വന്ന് മെക്കിട്ട് കയറാമെന്ന് എങ്ങനെ ശരിയാവുന്നേ? എന്താ കിടന്നതെന്ന് അങ്ങനെ നിയമമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞതെന്നറിയാം രാവിലെ. ഇതൊന്ന് കാണിക്കലെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ട്രിപ്പിൽ നടക്കും കേട്ടോ. ഇതൊന്നും മനഃപൂർവ്വം കാണിക്കാത്തതാണ്. പക്ഷേ ഇടയ്ക്ക് ഇരിക്കട്ടെ, നിങ്ങളോട് അറിയണ്ടേ, നമ്മൾ പോകുമ്പോൾ എല്ലാം നല്ല രീതി മാത്രമല്ല നടക്കുന്നത്.
ഒത്തിരി മോശപ്പെട്ട കാര്യങ്ങൾ ഇതുപോലെ നടക്കുന്നുണ്ട്. രാവിലെ വന്നിട്ട് എന്തൊക്കെ പറഞ്ഞെന്നറിയോ, കേട്ട് കഴിഞ്ഞാൽ സഹിക്കുകയല്ല നിങ്ങൾ. അമ്മാതിരി വർത്താനം നമ്മുടെ അടുത്ത് പറഞ്ഞത്. അല്ലേ, ഈ മറ്റേ കടത്തിണ്ണലൊക്കെ കിടക്കുന്നവർ, ഭക്ഷണം ഇല്ലാത്തവരൊക്കെ വന്ന് കിടക്കുമ്പോഴേ രാവിലെ വന്നിട്ട് ചിലർ ചാടിക്കത്തില്ലേ, അതുപോലെ നമ്മുടെ അടുത്ത് വന്നിട്ട് സോജോ എടാ പറഞ്ഞിട്ട് കാര്യമില്ല, നീ വാ, വെറുതെ നമ്മുടെ വായിൽ വെള്ളം കളയല്ലേ. ദിസ് ഈസ് ദ ഗ്യാപ്പ് റോഡ് ഓഫ് ദി അതർ സൈഡ് ഓഫ് ദ ഗ്യാപ്പ് റോഡ്. ഈ വഴി പോകുമ്പോഴാണ് മറ്റേ തേനി ബോധിമേട്ടൊക്കെ വഴി ഇങ്ങനെ പോയിട്ട് അവിടുന്ന് പൂപ്പാറയിൽ റൈറ്റ് പോകുമ്പോഴാണ് ഗ്യാപ്പ് റോഡ്. നിങ്ങൾ കുറേ ആയിട്ട് ഗ്യാപ്പ് റോഡ് നല്ലപോലെ കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോഴാണ് നല്ല കളറൊക്കെ അടിച്ച് കിടക്കുവാണ്. നോക്കട്ടെ. അപ്പോൾ നമ്മളിനിയിപ്പം പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പോയി കഴിക്കുക ഫസ്റ്റ്. അതാണ് ആദ്യത്തെ പ്ലാൻ. നല്ല വിശക്കണമുണ്ട്. ഇന്നലെ അമ്മാതിരി പണിയെടുത്തതാണ്. എന്നിട്ട് ഇന്നലെ നമ്മൾ പോയ സ്ഥലമില്ലേ, അത് കാണാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ഇതില്ലല്ലോ. അതിനുള്ള വഴികൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ലോഡും വെച്ചിട്ട് കയറി പോകാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. അപ്പോൾ വി വിൽ സീ. ഇതാണ് പൂപ്പാറ. ഇവിടെ നിന്നാണ് ഗ്യാപ്പ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിതേ പെട്രോൾ പമ്പിൽ ഇടിയെല്ലാം കഴിഞ്ഞ് സഫയർ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് നല്ല വെള്ളയപ്പവും മുട്ടക്കറി അടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അഗെയിൻ തിരിച്ച് ശാന്തമ്പാറ പോകാം കേട്ടോ. നമ്മളിന്നലെ വന്നില്ലേ, ഉച്ചിലക്കുത്ത് കയറിയിട്ട് നമ്മൾ മൂജിത്തെറ്റ് തിരിച്ചു വന്നില്ല, അങ്ങോട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. അത് തിരിച്ച് കയറിപ്പോയത് കാണാതെ വീട്ടിൽ പോകാന്ന് വെച്ചാൽ നമ്മളൊരു പരാജയമാണെന്ന് നമ്മളോട് തന്നെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു പക്ക റൈഡിങ് എപ്പിസോഡായിപ്പോയല്ലോ. വിഷ്വൽസും കുറവ്, അഡ്ജസ്റ്റ് ചെയ്യണേ പ്ലീസ്. എപ്പോഴും ഇങ്ങനെ ഉണ്ടാവില്ല, ബട്ട് സിറ്റുവേഷൻസ് ഇങ്ങനെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയി പോയത്. മൂന്നാറൊക്കെ നല്ല കളറിൽ കിടക്കുകയാണ്. ബെസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സമയം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം കൂടെ ഒക്കെ ആവും, ഒരു ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ. അതിലല്ലേ പോകണ്ടേ. ഞാൻ എനിക്ക് കൂടുതൽ വർത്തമാനം പറയുന്നില്ല, എത്രയും പെട്ടെന്ന് ശാന്തമ്പാറ എത്താം. ഓക്കെ, ഇതാണ് പൂപ്പാറ ടൗൺ. പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത്. ഇതാണ് നമ്മൾ പോയ വഴി. അടുത്താട്ടോ, 2-3 കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ഇന്നലെ കപ്പ ബിരിയാണി മേടിച്ചത്. സ്വാഗത്. ബിബിലേ എന്തല്ല, വെള്ളം ഒഴിക്കാൻ പോകണോ, ഡാൻസ് കളിക്കാനോ, കളം വരയ്ക്കാൻ, ജ്യോതിഷം അല്ല, പോടും മതി, കുഴപ്പമില്ല. ഇന്നലെ നമ്മൾ അടിച്ചല്ലേ, ജീപ്പ് കിട്ടിയാൽ മതി അല്ലേ. ജീപ്പിന് പോയപ്പോരെ. നിനക്ക് ബൈക്കിന് പോകണമെന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 പേർക്ക് ബൈക്കിന് പോകാം, അങ്ങനെ ജീപ്പിന് വിടാം. ഉച്ചിലക്കുത്തുന്ന നമ്മുടെ ആ മോഹം അങ്ങനെ തീരുന്നില്ല കേട്ടോ. ശാന്തമ്പാറ ടൗണിൽ ഈ കാണുന്ന സ്വാഗത് ഹോട്ടലിൽ ഹാരിസിക്ക നമുക്കൊരു ജീപ്പ് സെറ്റ് ചെയ്ത് തന്നു. അതാണ് ബാക്കിൽ കാണുന്നത്. ജീപ്പിൽ കയറിയിട്ട് നമ്മൾ എന്തായാലും പോവാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് ഇനിയും നമ്മൾ ബൈക്കിന് പോയി വെറുതെ റിസ്ക് എടുത്ത് പണി മേടിച്ച് കിട്ടുന്നില്ല. അപ്പോൾ ജീപ്പിന് പോവാണ്. മച്ചാൻ്റെ പേരെങ്ങനെ? നിജിൻ. വക്കീൽ ബ്രോന്റെ വണ്ടി കേട്ടോ. ആ യെസ്, കണ്ട് നിജിൻ അല്ലേ? നിജിൻ ഞങ്ങൾ ഇന്നലെ കേറിട്ടേ കാണാൻ പറ്റാഞ്ഞിട്ടേ ഒരു വിഷമം. ഇനിയിപ്പോ അത് കാണാതെ തിരിച്ചു പോയി കഴിഞ്ഞാ മോശമാ അല്ലേ. ലഗേജ് ഒത്തിരി ഉണ്ട് വണ്ടിക്കകത്ത്, അതുകൊണ്ട് പാടായിരുന്നു. ഇന്നലെ ഞങ്ങൾ മേളൂർ എത്തി. ഏറ്റവും മേളിലൊരു മോശം സ്ഥലമല്ലേ, പാറ. അതിന്റെ താഴെ വരെ എത്തി നമ്മൾ വണ്ടി കേട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പറ്റിയില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ 4x4 ജീപ്പ് കയറാൻ സ്ട്രഗിൾ ചെയ്യുന്നിടത്തൂടെയാണ് നമ്മൾ ഇന്നലെ ബൈക്ക് കയറ്റിക്കൊണ്ട് രാത്രിക്ക് വന്നത്. നിങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ, ബൈക്കിന് വരുന്നത് കാണാൻ പറ്റി, ജീപ്പിന് വരുന്നത് കാണാൻ പറ്റി. എന്തായാലും സ്ഥലം കാണിച്ചിട്ടേ ഞാൻ പോത്തു. ഭയങ്കര വഴുക്കൽ, അതാണ് പ്രശ്നം. മഴ പെയ്തിട്ട് ചള്ളേ. പിന്നെ ഡ്രൈവർ ചെക്കനൊരു കാര്യം പറഞ്ഞു കേട്ടോ, അവിടെ ഉണ്ടല്ലോ കുറേ ആനശല്യമുള്ള സ്ഥലമാണ്. നമ്മൾ അവിടെ പോയി എത്ര മണിക്ക് എന്നാൽ ഇന്ന് രാത്രി 12:30-1 മണിക്ക്. എന്ത് വട്ടാലും ഓർക്കുമ്പോൾ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഫുള്ള് കോടയെ കയറി നമ്മൾ ഇന്നലെ പോയപ്പോൾ തന്നെ മഞ്ഞ് ഇങ്ങനെ മരത്തിൻ്റെ ഇടയ്ക്കൂടെ നിൽക്കുന്ന കാഴ്ച ഉണ്ട്. നല്ല രസമല്ലായിരുന്നു. നല്ല പശപ്പല്ലേ, നടുക്കൂടെ പറ്റുള്ളൂ ബ്രോ.
അവിടെ ഇടിക്കുന്നുണ്ട്. അവിടെ അടിച്ച് അപ്പുറത്ത് പിടിച്ചു. കാര്യം ഇതുകൂടെ കയറ്റാതെ പോയി കഴിഞ്ഞാൽ ഈ കാണുന്നവരെന്നെ വന്ന് അടിക്കും. അവൻ്റെ തല ഇല്ലില്ല. ബൈക്കാണേലും ജീപ്പാണേലും ചോജോയ്ക്ക് എപ്പോഴും പണി. പയ്യേ ചെറുത് ടയർ കയറി പൊന്തണം. സോജോ, നിന്റെ ഉച്ചിലക്കുത്ത് കാണാൻ വേണ്ടി നമ്മൾ 2ാം വരവാ വന്നേക്കുന്നത്. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട. ആര്? നീയല്ലേ പറഞ്ഞ പോരാൻ. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴേ കിട്ടില്ല സ്ഥലം. അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നോക്കി പറ, ഞാൻ പറയേണ്ട പാട്ടത്. ഇന്നലെ നൈറ്റ് കിടുവായിരുന്നോ? നൈറ്റ് കിട്ടിയതല്ലേ? നൈറ്റ് ഇരുട്ട് കിടിലായിരുന്നു. നല്ല കിടില ഇരുട്ടായിരുന്നു. അതാണ് താഴെ നീ ഇത് കണ്ടില്ലേ മൊത്തം? എവിടെ? അതെനിക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കാണാലോ. അല്ലടാ, കെട്ടിടങ്ങൾ നഗരങ്ങൾ ഫുൾ ഇങ്ങനെ മിന്നാമിഞ്ഞു പോലെ. ഇതെനിക്ക് തോന്നേ സോജോ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാൻഡ്രേക്ക സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ ഇന്നലെ പോയപ്പം ബൈക്ക് പണി മുടക്കാവുന്നതിന്റെ മാക്സിമം മുടക്കി. ബൈക്കിന്റെ ബാറ്ററി പോയി, പമ്പ് പോയി, പെട്രോൾ തീർന്നു. കണ്ടിട്ടേ പോകത്തുള്ളൂ. ലൈഫിൽ ഇതുവരെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വ്യൂ പോയിന്റ് കാണാൻ ഞാൻ പോയിട്ടില്ല. നമ്മളപ്പോ ഇന്നലെ എങ്ങനെയാണോ കയറി വന്നേ അല്ലേ? വീണ്ടും ട്വിസ്റ്റ്. വണ്ടി അടുത്തൊരു വലിയൊരു കയറ്റം വന്നപ്പോൾ അവിടെ കയറുന്നില്ല. ഒന്നാമത്തെ കാര്യം ഈ മഴ പെയ്തിട്ട് ചള്ളയായിട്ട് കിടക്കുന്നുണ്ട്, അതിൽ കയറുന്നില്ല. പിന്നെ പുറത്തെ ടയറും കുറച്ച് സീനാണ്. അപ്പോൾ പാടാം. നമുക്ക് ഏതായാലും ഇവിടെ വന്നിട്ട് കാണാൻ പോകാന്ന് പറഞ്ഞാൽ അതിൽ വലിയ പരാജയമില്ല. നമ്മൾ നടന്നിട്ടാണല്ലോ പോയി കാണാം. ഓക്കെ. അതും എടുക്കും. ചിലരുടെ ശരിയാവും, ചിലരുടെ ശരിയാകത്തില്ല. നീ ജഡ്ഡാണ്ട് കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയല്ല, ചില ദിവസം ശരിയാവും. മൂഞ്ചലും കഞ്ഞിയും എന്ന് പറഞ്ഞ ടീം കേട്ടിട്ടുണ്ടോ? അതാണ് ഞങ്ങൾ. എടാ, ഈ വഴിയാ നമ്മൾ ഇന്നലെ കയറിപ്പോയെ. രാത്രി ആ സമയത്ത്. എടാ, എങ്ങനെയാ പോസിബിൾ ആയത്? അത് ഇപ്പൊ കണ്ടാ ഇങ്ങനെ കേറത്തില്ല, അതുകൊണ്ട് രാത്രി അങ്ങ് കയറിപ്പോയി. അയ്യോ, ഇന്നലെ ഈ വഴിയാണ് കയറിപ്പോയെന്ന് ശരിക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി വഴി കാണിച്ചു തരാം എന്റെ പൊന്നെ. അപ്പൊ എന്തോ ബാധ കയറിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങള് ഉറുമ്പിക്കര ഇങ്ങനെ ഇല്ല. കടലയോ? ഞാൻ സോജടുത്ത് പറയുക, ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും ഇതാ നമ്മളങ്ങനെ നടന്ന് വരുന്ന വഴി നല്ല രസമായിട്ട് ഒരു കാടിൻ്റെ ഒരു മൂടൊക്കെ ഉണ്ട്. ചിത്രശലഭങ്ങളും കൂണും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല പച്ച നിറഞ്ഞ കാഴ്ച. എന്നിട്ട് കുറച്ചിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കിനും ഒരു കമാനം പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് വ്യൂ പോയിൻ്റ് എന്നാണ് നമ്മുടെ സോജു പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒഫീഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത ഉച്ചിലക്കുത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഒഫീഷ്യലായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാനും അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ. ഇപ്പോൾ അവർ കയറിപ്പോയപ്പോൾ അവിടെ ഒന്ന് കൂവിയായിരുന്നു, വിച്ച് മീൻസ് സംതിങ് ഈസ് ദെയർ.
മുകളിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ക്രിഞ്ചന്മാരാ. ഭയങ്കര വിശാലമായിട്ട് കിടക്കുന്ന ഒരു സെറ്റപ്പ്. അയ്യോ, സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മളിന്ന് രാത്രി നടന്നു വന്നായിരുന്നു, നിങ്ങളെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കിനും നമ്മൾ ആ നിന്ന സ്ഥലമില്ലേ, ഇങ്ങനെ ഒരു കമാനം പോലത്തെ, അവിടെ നിന്ന് ലെഫ്റ്റ് കയറി പോയാൽ ഇങ്ങനെ ഈ മുട്ട പോലെ ഇങ്ങനെ പുല്ല് നിൽക്കുക, ചെറിയ ഇങ്ങനെ എന്നാണ് പറയുന്നത്, ബെഡോ എന്നാ ബെഞ്ച് അങ്ങനത്തെ പുല്ല് ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് നല്ല പച്ച വിരിച്ച് കിടക്കുന്ന മല, പിന്നെ ബാക്ക് ഡ്രോപ്പിൽ ഒരു ഡാർക്ക് മല, പിന്നെ മുകളിൽ മറ്റേ ഇത് എന്താ പറയുക, കോടമഞ്ഞ് പോരെ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ നിന്നാൽ മറ്റത്തെ ഒരു മല കാണാൻ പറ്റും. അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ഇവനോട് ചോദിച്ചിട്ട് നിനക്കും അറിയത്തില്ല അല്ലേ, എന്നെ നാട്ടുകാരനാണ് നീ. കിടിലം വ്യൂ ആണ്. പിന്നെ തമിഴ്നാട്ടിൽ മറ്റേ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ കറങ്ങുന്നു, അങ്ങ് ദൂരമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ വില്ലേജസ് ഉണ്ട്. ഇതൊക്കെ ഇതൊക്കെ ആയിരിക്കില്ല, നമ്മുടെ കമ്പത്തിന് ആ സൈഡായിരിക്കും, ബോധി ആ സൈഡാ. ഓ കിടിലം കേട്ടോ. നല്ല താഴെ നല്ല ലൈറ്റ്, മേളിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ലൈറ്റ് ഇല്ല, അതുകൊണ്ട് താഴത്തെ കാഴ്ച നല്ല ക്ലിയർ ആയിട്ട് കാണാം. കിടിലല്ലേ മോനെ. പിന്നെ കുറേ ടൈപ്പ് ജീവികളുണ്ടല്ലോ ഇവിടെ, നമ്മൾ കാണാത്ത ടൈപ്പ്. ആ അട്ടനെ ആദ്യമായിട്ട് കാണും കേട്ടോ. ഒരുമാതിരി ഫാഷൻ ഷോയ്ക്ക് പോകുന്ന അട്ടയെ പോലെ മേക്കപ്പ് ഒക്കെ ഇട്ട്. ഇതാണ് ഞങ്ങളുടെ ചെക്കൻ, കിടിലൻ ഡ്രൈവറാണ്. ഇത് ഞങ്ങളുടെ അണ്ണൻ. എന്നെ പിന്നെ എല്ലാവരും കിളവാന്ന് വിളിക്കുന്നു. അതായത് ഇവിടുന്നല്ലേ മറ്റേ ബ്ലാക്ക് പാന്തറ സ്പോട്ട് ചെയ്ത് ചതുരംഗം പറയുന്നത് നേരെ കള്ളിപ്പാറ നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ സ്പോട്ട് ചെയ്ത് ഏകദേശം അവിടെ അതിന്റെ വീഡിയോ ഉണ്ട്. കരിമ്പുലി ഇന്നലെ അറിഞ്ഞിരുന്ന കള്ളിപ്പാറ വീഡിയോ ഉണ്ടാവില്ലായിരുന്നു, പേടിത്തൊണ്ടന്മാർ വരത്തില്ല. ഇവനെ അച്ചങ്കാവില് പുലിയുടെ പാല് കണ്ടിട്ട് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ പോയ ആളാ. ആര്? ഞാനോ? ക്യാൻസൽ ചെയ്തില്ലല്ലോ. പേടിച്ചു വരച്ചു. അവിടെ പേടിക്കണം, നമുക്ക് പേടിക്കണം, നമുക്ക് കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളു, നമ്മൾ പേടിക്കണം അല്ലേ? ഞാൻ പറഞ്ഞില്ല, കണ്ടന്റ് അല്ല പ്രധാന, ജീവനല്ല ജീവിതം, ജീവനുണ്ടെങ്കിൽ ജീവിതമുണ്ട്. എന്നാലും നീ ഭയങ്കര പേടിച്ചു കൂർന്നാടാ. ഞാൻ പോടോ, താമിണ്ടല്ലേ പേടിച്ചു കൂറൻ. ഈ പച്ചടിച്ച് കിടക്കുന്നതിനൊരു ഭംഗി ഭയങ്കര കേട്ടോ, ഒരു രക്ഷയില്ല. അത് നല്ല കളറ്, പച്ചയിലെ പല പല കളറുകളുണ്ടല്ലോ, പല പല പച്ചകളുണ്ടല്ലോ. അതിൽ കുറച്ച് മഞ്ഞ കൂടിയൊരു പച്ചയില്ലേ, അത് ഭയങ്കര കാണുമ്പോൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് തിളങ്ങണേ, അങ്ങനത്തെ പുല്ലാണ് ഇവിടെ മൊത്തം. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഐ റിയലി ലൈക്ക് ദിസ് പ്ലേസ്. വരാൻ വെച്ചിട്ട് ടാസ്ക്കാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ മുതലാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മറ്റേ സ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നിറച്ച ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങൾ രാമക്കൽമേട് പോയാലും നിറച്ച ആളായിരിക്കും, പക്ഷെ ഇവിടെ ആളില്ല, നമ്മുടെ ശല്യം മാത്രമേ ഉള്ളൂ. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതൊരു മണ്ടത്തരമാണ്. രാത്രിയിൽ വന്ന് ആനയൊക്കെയുള്ള സ്ഥലത്ത് വന്നു, അവിടുന്ന് കഷ്ടപ്പെട്ട് വണ്ടിയായിട്ട് കയറി വന്നു, പിറ്റേ ദിവസം അത് കാണാൻ വേണ്ടി വീട് ജീപ്പ് എടുത്ത് വന്നു, അവിടെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. ചിലപ്പോൾ നമ്മുടെ ലൈഫൊക്കെ ഇതുമായിട്ട് ഒത്തിരി റിലേറ്റഡാണ്. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരു കാര്യം നേടിയെടുക്കുമ്പം അതിനൊരു ഭയങ്കര മധുരമാട്ടോ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫീലിങ്സ് ആണ്. സോ ഈ ഉച്ചിലക്കുത്തും ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കഷ്ടപ്പെട്ട് കയറി വന്നു, നല്ല കാഴ്ച കണ്ടു, മനസ്സ് നിറഞ്ഞ് തിരിച്ചു പോകുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.